ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു 16th എപ്പിസോഡ് ഓഫ് ടെക് വിത്ത് അഭിനവ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂ കയറിയിട്ട് ഒന്നാമത് എനിക്ക് തോന്നുന്നു അതിൽ S23 ഗ്രീൻ ലൈൻ്റെ ആ ഒരു കണ്ടന്റ് ഉണ്ടായതുകൊണ്ടായിരിക്കും ആ ഒരു വീഡിയോ കയറി എനിക്ക് തോന്നുന്നു. ബട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആ വീഡിയോ കയറി ഓൾമോസ്റ്റ് ഒരു 800 വ്യൂസ്. നോർമലി ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ കയറിയിട്ടില്ല. ഒരു 500 വ്യൂസ് നിന്ന് അല്ലാതെ ടെക് വിത്ത് അഭിനവ് ആദ്യമായിട്ടാണ് അത്രയും വ്യൂ കയറുന്നത്. സോ താങ്ക് യു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ന്യൂസിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, വാട്സപ്പിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് ആപ്പിൾ iOS മാത്രമാണ്, ആൻഡ്രോയിഡിൽ വന്നിട്ടില്ല. അതായത് ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ. അതായത് ഇപ്പോൾ നോർമലി നിങ്ങളിപ്പോൾ ചാറ്റ് സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ നോർമലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. അവിടെ ഇനി തൊട്ട് ഡോക്യുമെൻറ്റ് സ്കാൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. സോ എൻ്റെ കയ്യിൽ ഐഫോൺ ഇല്ലാതുകൊണ്ട് എനിക്കറിയില്ല. അപ്പം അങ്ങനൊരു പുതിയൊരു ഫീച്ചർ iOS വന്നിട്ടുണ്ട്. പിന്നീട് നമ്മുടെ റെഡ്മിയുടെ പുതിയൊരു ഫോൺ അടുത്ത വർഷം വരുന്നുണ്ട്. കമ്മിങ് സൂണിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അത് ഏത് മോഡലായിരിക്കും എന്നുള്ളത് ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല. കാരണം ചൈനയിൽ ഒരുപാട് റെഡ്മി ഫോൺസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യയിലേക്ക് ഇതിൽ ഏത് മോഡൽ വരുന്നുള്ളത് നോക്കാം, കണ്ടറിയാം. ഇതുവരെ അവർ ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ ഒരു ഫോൺ വരുന്നുണ്ട് എന്നേ പറയുന്നുള്ളൂ. സോ നമുക്ക് നോക്കാം ഏത് ഫോൺ ആയിരിക്കും എന്നുള്ളത്. പിന്നീട് മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 8400 എന്ന പുതിയൊരു 5G ചിപ്സെറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒരു 30K 50K ആ റേഞ്ചിൽ വരുന്നൊരു പവർഫുള്ളായിട്ടുള്ള ചിപ്സെറ്റാണ്. ഇതിലാണെങ്കിൽ 120 FPS വീഡിയോസൊക്കെ തന്നെ കളിക്കാൻ വേണ്ടി പറ്റും. ജനറേറ്റീവ് AI സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഒരു പവർഫുള്ളായ ചിപ്സെറ്റാണ്. ഒരു 30K 50K റേഞ്ചിൽ ഇനി തൊട്ടുള്ള ഫോൺസിൽ, അടുത്ത വർഷം തൊട്ടുള്ള ഫോൺസിൽ വരുന്നതായിരിക്കും. സോ അത്യാവശ്യം പവർഫുള്ളാണ്, കുഴപ്പമൊന്നും പറയാനില്ല. പിന്നീട് S25 സീരീസ് ലോഞ്ച് അടുത്ത മാസം ഉണ്ടെന്ന് അറിയാലോ. ബട്ട് നോർമലി 3 ഫോൺസാണ് ലോഞ്ച് ചെയ്യുന്നത്: S25, S25 പ്ലസ്, S25 അൾട്ര. ബട്ട് ഈ വർഷം അടുത്ത വർഷം S25 സ്ലിം എന്ന് പറഞ്ഞ ഒരു പുതിയ മോഡൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത്. കാരണം അതിൻ്റെ ആ ഒരു ലോഞ്ച്, ആ ഒരു ഡേറ്റ് ലീക്കായ ഫോട്ടോയിൽ 4 ഫോൺസാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്ലിം ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അറിയില്ല, അടുത്ത മാസം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പക്ഷെ ഇപ്പം ലീക്കും റൂമേഴ്സൊക്കെ പറയുന്നത് 4 ഫോൺസ് ഉണ്ടാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. പണ്ട് ഐഫോൺ 12 മിനി ഇറക്കിയത് ആണെന്ന് തോന്നും. 12 മിനി ഇറക്കിയ പോലെ ഒരു ദുരന്തമാവാതിരിക്കട്ടെ സാംസങ്ങിൻ്റെ S25 സ്ലിം എന്നുള്ളത്. പിന്നീട് ഓപ്പോ ഒഫീഷ്യലായിട്ട് തന്നെ ഫ്ലിപ്കാർട്ടിലെ പുതിയ പേജ് വന്നിട്ടുണ്ട്. അതായത് ഓപ്പോ റെനോ 13 സീരീസ്. ഈ ഫോൺ ഈ മാസമോ കഴിഞ്ഞ മാസമോ അങ്ങനെ ചൈനയിൽ ലോഞ്ച് ചെയ്ത ഫോണാണ്. സോ അടുത്ത മാസം എന്തായാലും ഒരു സെക്കൻഡ് വീക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് എന്തായാലും വരും. കാരണം കമ്മിങ് സൂൺ പറഞ്ഞാൽ തന്നെ ആ ഒരു ടൈം പീരീഡിൽ എന്തായാലും ലോഞ്ച് ഉണ്ടാവുന്നതായിരിക്കും. അപ്പം അത് അടുത്ത മാസം ഒരു സെക്കൻഡ് വീക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. ആ ഒരു ഫോൺ എന്ന് പറയുന്നത് 13 സീരീസ് റെനോ 13 സീരീസ് എന്ന മോഡൽ. ഇതിലാണെങ്കിൽ ചിപ്സെറ്റ് മീഡിയാടെക്കിൻ്റെ 8350 എന്ന ചിപ്സെറ്റ് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. 1.5K റെസൊല്യൂഷൻ, ഡിസ്പ്ലേ, 50 MB ക്യാമറ, അങ്ങനെ ചകര പോലെ ഒരു സ്പെസിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ബട്ട് ഒഫീഷ്യലായിട്ടാകുമ്പോൾ നമ്മൾ ഓരോന്നോരായിട്ട് അടുത്ത വീഡിയോസിലൊക്കെ പറയുന്നതായിരിക്കും. എന്തായാലും അതിന് മുമ്പേ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെ അവർ തന്നെ പുറത്ത് വിടും. നോക്കാം. എന്നാലും റെനോ സീരീസ് വരുന്നുണ്ട് ഗൈസ്. പിന്നീട് അടുത്ത മാസത്തേക്കുള്ള അപ്കമിങ് ഫോൺസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കാണാം. അടുത്ത മാസം ഒരുപാട് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് ഫോൺസ്, ഫ്ലാഗ്ഷിപ്പാണ് അധികം. അതായത് ഇപ്പം ഞാൻ പറയുന്നില്ല, ആ വീഡിയോ പോയി കാണുക എന്തെങ്കിലും പറയുന്നത്. അപ്പം ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഫോൺസൊക്കെ അടുത്ത മാസം വരുന്നുണ്ട്. മെയിൻലി അടുത്ത വർഷം. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന S25 സീരീസാണ്. ആദ്യം ബാക്കി എല്ലാ ബ്രാൻഡിൻ്റെയും ഫ്ലാഗ്ഷിപ്പ് ഫോൺസൊക്കെ തന്നെ അടുത്ത മാസം തന്നെ വരുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോസ് പോയി കാണാം. ഞാൻ ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നീട് ഷവോമിയുടെ പാഡ് അടുത്ത മാസം 10-ാം തീയതി വരുന്നുണ്ട്. ഒഫീഷ്യലായിട്ടുള്ള പോസ്റ്ററൊക്കെ തന്നെ വന്നിട്ടുണ്ട്. സോ 10-ാം തീയതി അങ്ങനൊരു ഷവോമി പാഡ് കൂടെ വരുന്നുണ്ട്. നോക്കാം എങ്ങനെ ആയിരിക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സമയത്ത് ചെയ്യാം. നല്ലതാണെങ്കിൽ. നല്ലതല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല കേട്ടോ. ആംബുലൻസ് പോകുന്നുണ്ട്, പൊട്ട്. അപ്പോൾ നല്ലതാണെങ്കിൽ എന്തായാലും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാബിൻ്റെ ചെയ്യാറില്ല. പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത നത്തിങ്ങിൻ്റെ അടുത്ത പുതിയ ഫോൺസൊക്കെ തന്നെ അടുത്ത വർഷം ഒരു ഏപ്രിലൊക്കെ ആകുമ്പോൾ ലോഞ്ച് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതായത് CMO ഫോൺ 1, അതുപോലെ തന്നെ നത്തിങ് ഫോൺ 3A പ്ലസ് 3A ആയിരിക്കും. 3A പ്ലസ് പിന്നെ ആയിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. 3A അങ്ങനെ 2 ഫോൺസൊക്കെ തന്നെ ഏപ്രിലൊക്കെ തന്നെ ലോഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത വർഷം ഏപ്രിലാട്ടോ. ഇനി ഒരുപാട് മാസം ഉണ്ട്. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 4 മാസം ഉണ്ട്. അതിന് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഫോൺസൊക്കെ എന്തായാലും വരുന്നുണ്ട്. പിന്നീട്
ചൈനയിൽ ലോഞ്ച് ചെയ്യുന്ന റെഡ്മിയുടെ ടർബോ 4 എന്ന ഫോൺസിൻ്റെ ഓൾമോസ്റ്റ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ലീക്ക് ആയിട്ടുണ്ട്. ബട്ട് ഈ ഒരു ഫോൺ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പേരിലല്ല വരുന്നത്. അതായത് പോക്കോയുടെ F7 എന്ന മോഡലായിരിക്കും വരുന്നത്. അതായത് പോക്കോയുടെ ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു മിഡ് റേഞ്ച് ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണായിരിക്കും ഇത് എന്നുള്ളത്. കാരണം ഇതിൽ വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8S Elite എന്ന ചിപ്സെറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതുതന്നെയാണ്. പിന്നെ 7000 mAh ബാറ്ററി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ 7000 mAh ഒന്നും വരില്ല. ഒരു 6600 ആ റേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. 7000 എന്തായാലും വരാൻ ചാൻസ് ഇല്ല. 90 വാട്ട് ഫാസ്റ്റ് ഞങ്ങൾക്ക് പറയുന്നുണ്ട്. 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ എന്തായാലും കറക്റ്റ് തന്നെയായിരിക്കും. കാരണം എന്തായാലും ആ റേഞ്ചിൽ ഫോൺസ് ഇതൊക്കെ എന്തായാലും ഉണ്ടാകുന്ന 50 MB ക്യാമറ ഒക്കെ ഉണ്ട്. എന്നാലും പെർഫോമൻസ് ലെവലിൽ ഒരു 30K റേഞ്ചിൽ പുതിയൊരു ഓപ്പോയുടെ F7 എന്നൊരു കിഡിലം മോഡൽ അടുത്ത വർഷം എന്തായാലും വരുന്നതായിരിക്കും. സോ അതും കൂടെ വെയിറ്റ് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് പറയാനുള്ളത്. സോ അത്യാവശ്യം ഫോൺസൊക്കെ തന്നെ അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാത്തിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് ആവാൻ വേണ്ടി പോവുകയാണ്. ഇനി കുറച്ചധികം വേണം. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ആ റേഞ്ചിലേക്ക് എത്തുള്ളൂ. സോ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റിയുള്ള ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.